ആ പാലക്കാട് സയൻസിന് പോലും പിടികിട്ടാത്തൊരു മുല്ലപ്പൂ വെച്ച നിഴൽ പ്രതിഭാസം, കള്ള കിറ്റ്, സ്ത്രീവിരുദ്ധ അരാഷ്ട്രീയങ്ങൾ പരോക്ഷമായി സൂചിപ്പിച്ചതുപോലെ വോട്ടിന് കൊണ്ട് കാശ് കൊടുക്കുന്നു. അത് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ മാധ്യമങ്ങളുടെ മണ്ടയ്ക്ക് കയറൽ, മുല്ലപ്പൂ വെച്ച നിഴൽ പോലെയുള്ള തമാശ പറയൽ. ഞാനിത് കേൾക്കേണ്ടവനാ. നീതി കേൾക്കേണ്ടത് തന്നെയാണ്. ഞാനും പറഞ്ഞേ വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. അത് കഴിഞ്ഞ് ആണെന്ന് പറയൽ, സാരി വിതരണം, കിറ്റ് വിതരണം. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ചെയ്തത് എന്താണ് എന്നൊരു പരിശോധന നിങ്ങൾ നടത്തിയോ ജയ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ വികസിത ഭാരതം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വികസിത കേരളം എന്നുള്ളൊരു സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വികസന രാഷ്ട്രീയമാണ് കേരളത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമ കുറേ സുഹൃത്തുക്കൾക്കും NDA അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ NDAയിൽ കൂടുതൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കുറേ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാറുണ്ട്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. മനസ്സിലായോ? അതെങ്ങനെയാണ് പറയാൻ കഴിയും? നടത്തിയ നാടകങ്ങളാണ്. അതെങ്ങനെയാണ് പറയാൻ കഴിയും? ഇവിടെ ഒരു വോട്ടർക്ക് കൊണ്ട് പണം കൊടുക്കുന്ന കാര്യം കയ്യോടെ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഫുൾ പ്രൂഫായി കയ്യോടെ പിടിക്കപ്പെടുന്നു. ഇതിനെന്താ ഇത്ര മറുപടി പറയാൻ? കള്ളന്മാര് അത്ര ബുദ്ധിമാന്മാരാ അല്ലയോ? കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ വന്ന് നിഴൽ വെച്ച മുല്ലപ്പൂ വെച്ച നിഴലാണെന്നൊക്കെ പറയുന്നു. നിഴലിനെ നമ്മൾ പുറത്തു വിട്ടു. വെളുത്ത സാരിയും നല്ല വെളുത്ത ചുരിദാറും മുല്ലപ്പൂവും വെച്ച നിഴലും. അത് കഴിഞ്ഞ് ആണെന്ന് പറയുന്നു. ഈ പറയുന്ന മാധ്യമങ്ങൾക്കെതിരെ വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. കോൺസ്പിറസി തിയറി പറയുന്നു. ഇത് കാണുന്ന നാട്ടുകാർക്ക് മനസ്സിലാവില്ല എന്താ യഥാർത്ഥ കാരണം ചെയ്യാം. സാർ ഇവന്റെ അടുത്ത് ഇങ്ങനൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആ സൈഡിൽ കൊണ്ടുപോയിട്ട് വിശദമായിട്ടൊന്ന് ചോദിക്കട്ടെ. വാടാ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ ബന്ധപ്പെടുത്താൻ അതിലൊന്നുമില്ല. നിങ്ങൾ പ്രചരിപ്പിച്ചത് എന്താണെന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ്. മുഖത്ത് നോക്കി കള്ളം പറയാൻ ഒരറപ്പുമില്ലാത്ത മനുഷ്യരെ കാണുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ബൈറ്റിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേൾക്കണം. ഒന്ന് കാണിക്കൂ. ഈ കാണുന്ന നിങ്ങൾക്ക് സുഹൃത്തേ, ഇത് ഒരു നിഴലാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു തർക്കത്തിനോ വാദത്തിനോ ഞാൻ വാദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യം ഞാനും അംഗീകരിക്കാൻ പോകില്ല. അത് പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് പോലും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ സോഡ കുടിക്കാം. ഭാരതീയ ജനതാ പാർട്ടിയോ ബന്ധിപ്പിക്കാൻ യാതൊരു കാര്യവുമില്ല. പൈസ കൊടുത്തെങ്കിൽ കൊടുത്തവരും വാങ്ങിയവരും അതിന് മറുപടി പറയട്ടെ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് പൈസ കൊടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ വന്ന ആ സ്ത്രീയാണ് സീമ രാജീവാണ് കൊണ്ട് സ്ഥാനാർത്ഥി. അതെ, നിങ്ങൾ തെറ്റായി സീമ രാജീവാണ് കൊണ്ട് പണം കൊടുത്തത്. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. യുവതി BJP ഓഫീസിൽ ശോഭയ്ക്കും കേന്ദ്രമന്ത്രിക്കും ഒപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളും ശോഭയുടെ കാറിൽ നിന്ന് ഇവർ ഇറങ്ങുന്ന ചിത്രവും കോൺഗ്രസ് പുറത്തുവിട്ടു. ഞാൻ പെട്ടു ഇല്ലേ? എന്നിട്ട് അവരെ അറിയത്തു പോലും ഇല്ല, അതെന്റെ നിഴലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടുകാർ കാണുന്നതും കേൾക്കുന്നതല്ലേ? അങ്ങനെ നാട്ടുകാരുടെ ബുദ്ധിയെ കളിയാക്കാവോ? എണീറ്റ് വരണ്ടേയിരുന്നു. സാരി കൊടുക്കുന്നു. തൃശ്ശൂർ എന്താണ് ലക്ഷക്കണക്കിന് കിറ്റ്, 100 കിറ്റ് പിടിക്കുന്നു. ഇതൊക്കെ കൊടുത്ത എന്താണ് കേരളത്തിൽ BJPക്ക് വോട്ട് കിട്ടുമെന്നാണോ BJP ആത്മാർത്ഥമായി കരുതുന്നത്? വോട്ടർമാരെ കളിയാക്കുകയാണ് ഇവർ. ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ തേങ്ങാ കൊലയാ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നീ ഒട്ടും മോശക്കാരനല്ലല്ലോ. എത്രമാത്രം കള്ളപ്രചരണങ്ങൾ ഉണ്ടായാലും ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്ക് അനുകൂലമായി ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ഈ മുന്നണികളുടെ കപട രാഷ്ട്രീയം അല്ലെങ്കിൽ നിലപാടുകൾ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നാലാതി കാണാൻ കഴിയും. ഇദ്ദേഹത്തിന് മറുപടി അമ്മ പറയുമോ അതൊന്നും സംസാരിക്കണം? താല്പര്യമില്ല. നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല.